ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടീനേജേഴ്സിന് വൈറ്റമിൻ സിയും റെറ്റിനോയിഡ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് സേഫ് ആണോ അല്ലയോ എന്നതിനെ പറ്റിയിട്ടാണ്. മിക്കവാറും പേർക്കുമുള്ള ഒരു ഡൗട്ടാണ് വൈറ്റമിൻ സി അതുപോലെ തന്നെ റെറ്റിനോയിഡ്സ് ഒക്കെ ഉള്ള പ്രോഡക്ട്സ് സ്കിന്നിൽ യൂസ് ചെയ്താൽ അതെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുമോ, സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുമോ എന്നതിനെ പറ്റിയിട്ടൊക്കെ മിക്കവാറും പേർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ് വൈറ്റമിൻ സിയെ കുറിച്ച് പറയാം. വൈറ്റമിൻ സി മെയിൻലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ ബ്രൈറ്റനിങ്, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ്, പിന്നെ സൺ ഡാമേജിൽ നിന്നൊക്കെ സ്കിന്നെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ അതിനുള്ളത് കൊണ്ടാണ് വൈറ്റമിൻ സി എല്ലാവരും തന്നെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സിൽ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫോംസിലായിട്ടാണ് ഈ പ്രോഡക്ട്സിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ലൈക്ക് അസ്കോർബിക് ആസിഡ്, സോഡിയം അസ്കോർബൈൽ ഫോസ്ഫേറ്റ്, പിന്നെ മഗ്നീഷ്യം അസ്കോർബൈൽ ഫോസ്ഫേറ്റ്, ഇങ്ങനെയുള്ളൊക്കെ കുറെ ഫോംസിലാണ്, പല പല ഫോംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ബെറ്റർ ഫോം ഓഫ് വൈറ്റമിൻ സി ഏതാന്ന് ചോദിച്ചാൽ അത് അസ്കോർബിക് ആസിഡ് ഫോം ആണ്. പക്ഷേ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് ഒരുപാട് സ്കിൻ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. സോ അങ്ങനെയുള്ളവരാണെങ്കിൽ സോഡിയം അസ്കോർബൈൽ ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുള്ള, അതായത് വൈറ്റമിൻ സി ആ ഫോമിൽ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇനി നിങ്ങൾ സെൻസിറ്റീവ് ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ ഉള്ള ടീനേജേഴ്സ് ആണെങ്കിൽ ഈ വൈറ്റമിൻ സിയുടെ യൂസേജ് അങ്ങ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം എന്തെന്ന് വെച്ചാൽ വൈറ്റമിൻ സി നമുക്ക് ഇപ്പോൾ ഒരുപാട് ആക്നെ ഉള്ള ടൈമിലോ ഇറിറ്റേഷൻസ് ഉള്ള ടൈമിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്കിൻ ഇറിറ്റേഷൻസിനെ വേഴ്സ്റ്റ് ആക്കും, അതുപോലെ തന്നെ ആക്നെയും ഒരുപാട് വേഴ്സ്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്പൊ അങ്ങനെയുള്ളവരെന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ വൈറ്റമിൻ സിയുടെ യൂസേജ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ ബാക്കിയുള്ള സ്കിൻ ടൈപ്പിൽ പെടുന്നവരാണ്, ലൈക്ക് ഓയിലി സ്കിൻ ആണ് ബട്ട് ആക്നെയുടെ ഇഷ്യൂസ് ഒന്നുമില്ല, ഡ്രൈ സ്കിൻ ആണ് അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണ് ബട്ട് ആക്നെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ വൈറ്റമിൻ സി ലോ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്ത് തുടങ്ങാവുന്നതുമാണ്. അപ്പം അങ്ങനെ നോർമൽ ഒരു സ്കിന്നുള്ളവർക്ക് ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സും തരും. പിന്നെ വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേ ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. അപ്പം വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക. ഇനി റെറ്റിനോയിഡ്സിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തിനാണ് റെറ്റിനോയിഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിങ്കിൾസ് കുറയ്ക്കാനും ഫൈൻ ലൈൻസ് കുറയ്ക്കാനും അതുപോലെ ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെയാണ്. പിന്നെ ഇതിന്റെ ഒരു മേജർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിന്റെ ആന്റി ഏജിങ് പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഇതിനുള്ളത് കൊണ്ടാണ് നമ്മളിത് സ്കിൻ കെയർ റുട്ടീനിൽ മെയിൻ ആയിട്ടും അഡൾട്ട്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ ടീനേജേഴ്സിന് ആരും തന്നെ അധികം റെക്കമെൻഡ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ആണ് റെറ്റിനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ടീനേജേഴ്സിന് റെറ്റിനോയിഡ്സ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ടീനേജേഴ്സ് ഒക്കെ തന്നെ സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര മടിയുള്ളവരായിരിക്കും. അവർ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യത്തില്ല, അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസേജ് ഉണ്ടാവത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ളവർ റെറ്റിനോയിഡ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സൺ ഡാമേജ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്, അതുപോലെ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ ലോങ് ടേമിൽ സ്കിൻ ഡാമേജ് ആയി പോവാനും ചാൻസസ് ഒരുപാടാണ്. അപ്പൊ അതുകൊണ്ടാണ് ടീനേജേഴ്സിന് അതുപോലെ തന്നെ ടീനേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു അഡൽട്ട് ലെവലിൽ വരുമ്പോൾ ഉള്ളൊരു സ്കിന്നും ആയിരിക്കില്ല. അപ്പൊ പെട്ടെന്ന് ഡാമേജസ് ഉണ്ടാക്കും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനും ഫോളോ ചെയ്യുന്നില്ല, സൺസ്ക്രീനും ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജസ് ഉണ്ടായി സ്കിന്നെ അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ സിവിയർ ആയിട്ടുള്ള ആക്നെ ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ടീനേജേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. ഇപ്പം ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ടിൽ അല്ലെങ്കിൽ കുറച്ച് കോൺസെൻട്രേഷനിലുള്ള റെറ്റിനോയിഡ്സ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സെൻസിറ്റീവ് ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നുള്ള ടീനേജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ നിയാസിനമൈഡ്, ഹൈലൂറോണിക് ആസിഡ്, പിന്നെ ടീ ട്രീ ഓയിൽ കണ്ടൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് സ്കിൻ കെയർ റുട്ടീനിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ.
ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ഈ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലും കൊടുത്തേക്ക്, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ വരുന്നത് വരേക്കും ബൈ.